മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ ഏഴേഴു വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ. മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ ഏഴേഴു വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ. പൊന്നാര്യൻ കൊയ്തല്ലോ പൊന്നോണം വന്നല്ലോ, പൂവേ പൊലി ആരവമായി. മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ ഏഴേഴു വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ. ശാന്തി. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. 1-ാം തീയതി അല്ലേ ഇന്ന്? ചിങ്ങം 1 ന്യൂ ഇയറാണ്. ചിങ്ങം പിറന്നാല് എല്ലാ ഐശ്വര്യങ്ങളും പിറക്കുന്നതാണ്. അപ്പം നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും കിട്ടട്ടെ. പ്രത്യേകിച്ച് ആരോഗ്യം, സമ്പത്ത്, ഐശ്വര്യം എല്ലാം വരട്ടെ. ഹെൽത്ത്, വെൽത്ത് രണ്ടും കിട്ടട്ടെ എല്ലാവർക്കും. എല്ലാവരും ഇന്ന് ബാബയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ബാബയുടെ ബ്ലെസ്സിങ്സ് എല്ലാവർക്കും ഉണ്ട്. ബാബയുടെ അടുത്ത് വന്നവർക്ക് എല്ലാവർക്കും ബാബയുടെ ബ്ലെസ്സിങ്സ് ഉണ്ട്. बड़े प्यार से भरे भाव से, बड़े प्यार से भरे भाव से जा बाबा की उड़ जा प्यारे वतन में. ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടാതെ ആദ്യത്തെ ഇനമായ പ്രാർത്ഥനാ ഗീതമാണ്. പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നതിനായി നവമി വാര്യരെ ക്ഷണിക്കുകയാണ്. ദീപമായി മനസ്സിൽ സ്ഫുരിക്കും പ്രകാശമേ, നിൻചിരിയാൽ ചരാചരമൊക്കെയും നമ്മൾ പോക്കുന്നു പവനമാകണേ. ഈ പ്രപഞ്ചത്തെ ആവരണമാട്ടിനെ ശുഭ്രവാത്സല്യദുഃഖം പകരണേ. പ്രണയ പരാഗരേണുക്കളാൽ മർത്യജാതിക്ക് സായുജ്യമേകണേ. ആത്മവീണതന്തം പ്രിയന്ദിര തുന്തുരുങ്ങിയാൽ ജീവിതം ശോഭനം. ആത്മൂഢമാ ശാരീര സൗഭഗം കേട്ടുണർന്നിടാം കേക്കിയായി മനസ്സും. സ്വാമിയുടെ അച്ഛനൊരു എഴുത്തുകാരനാണ്. പന്തളത്തുള്ള ആളാണ്. പന്തളീയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുകയാണ് സ്വാമിയുടെ അച്ഛന്. അദ്ദേഹം നിരവധി ബുക്കുകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അച്ഛൻ എഴുതിയ ഒരു കവിതയാണ് കുട്ടിപ്പോ ചൊല്ലിയത്. അടുത്തത് നമ്മളെ പാട്ടുപാടി സന്തോഷിപ്പിക്കാനായിട്ട് അർജുനൻ വരവായി. എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ? കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുന്നേ മഴയത്തും വെയിലത്തും പോകരുതേ, നാടിന്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ, നാടിന്റെ വെട്ടം കളയരുതേ. നിഴലുകൾ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞ വെട്ടം മിന്നാ
തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ നിന്നാനിരുന്നേ പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലെ നാനായിടത്തും നീ പാറിയില്ലേ പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലെ നാനായിടത്തും നീ പാറിയില്ലേ പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പുന്നാര പാട്ടു നീ പാടിയില്ലേ നിന്നാമിനുങ്ങേ നിന്നുങ്ങിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ നിന്നാമിനുങ്ങേ. ആദ്യം ഒരു നൃത്തം അവതരിപ്പിക്കാൻ വരികയാണ്. നവമി വാര്യര് തന്നെയാണ് ആദ്യം നമുക്ക് നൃത്തം അവതരിപ്പിക്കുന്നത്. ഒരു ഗണപതിയെ കുറിച്ചുള്ള ഒരു സ്തുതിയാണ്. ഒരു സെമി ക്ലാസിക്കൽ നൃത്തമാണ്. मुदाकरातमोदकं सदा विमुक्तिसाधकं कलाधरावतंसकं विलासिलोकरक्षकं मुदाकरातमोदकं सदा विमुक्तिसाधकं कलाधरावतंसकं विलासिलोकरक्षकम् अनायकैकनायकं विनाशिते भदैत्यकं नदाशुभाशुनाशकं नमामि तं विनायकम् अनायकैकनायकं विनाशिते भदैत्यकं नताशुभाशुनाशकं नमामि तं विनायकम् नमामि तं विनायकम्. न तेतरातिभीकरं न बोधितार्कभास्वरं न मत्सुरारिनिर्जरं न ताधिकापदुद्धरं न तेतरातिभीकरं न बोधितार्कभास्वरं न मत्सुरारिनिर्जरं न ताधिकापदुद्धरं सुरेश्वरं निधीश्वरं गजेश्वरं गणेश्वरं महेश्वरं तमाश्रये परात्परं निरन्तरम् सुरेश्वरं निधीश्वरं गजेश्वरं गणेश्वरं महेश्वरं तमाश्रये परात्परं निरन्तरम् परात्परं निरन्तरम्. पञ्चरत्नमादरेण योन्महं प्रजल्पति प्रभातके हृदि स्मरं गणेश्वरं महागणेश पञ्चरत्नमादरेण योन्महं प्रजल्पति प्रभातके हृदि स्मरं गणेश्वरं अरोगतामदोषतां सुसाहितीं सुपुत्रतां समाहितायुरष्टभूतिमभ्युपैति सोचिरा रोगतामदोषतां सुसाहितीं सुपुत्रतां समाहितायुरष्टभूतिमभ्युपैति सोचिरा अभ्युपैति सोचिरा അടുത്തത് ഒരു പാട്ടായാലോ?
പാട്ട് പാടാനായിട്ട് അമൃത വരികയാണ്. അത്തിമരത്തിന്റെ പൊത്തില് അത്തമ്മ മുട്ടയിട്ടു അത്തമ്പത്തിന് മുട്ട വിരിഞ്ഞപ്പോ തത്തമ്മ കൂട്ടില് കുഞ്ഞിത്തത്ത. അത്തിമരത്തിന്റെ പൊത്തില് അത്തമ്മ മുട്ടയിട്ടു അത്തമ്പത്തിന് മുട്ട വിരിഞ്ഞപ്പോ തത്തമ്മ കൂട്ടില് കുഞ്ഞിത്തത്ത. അമ്മ കുഞ്ഞുണ്ണിക്ക് ഊഞ്ഞാലിട്ടു അതിലൊരു നടന്നു കുഞ്ഞിത്തത്ത. അമ്മ കുഞ്ഞുണ്ണക്ക് ഊഞ്ഞാലിട്ടു അതിലൊരു നടന്നു കുഞ്ഞിത്തത്ത. ചാന്തക്കം പൊന്നുണ്ണി ചാന്തക്കം പൊന്നുണ്ണി ചന്തത്തെ പാടുന്നു തത്തമ്മ. നല്ലതായിട്ട് പാടിയല്ലേ? ശ്രുതിയൊക്കെ തെറ്റിക്കാതെ പാടി ഒരേ താളത്തില്. അപ്പൊ ഇങ്ങനെ ഒരു കൈയടി എടുത്താൽ മതി. നല്ലൊരു കൈയടി എടുത്ത് ഇവിടുന്ന് കയ്യടി കഴിഞ്ഞ് പോകുമ്പോഴേക്കും എല്ലാവരുടെയും മുഖം വളരെ പ്രസന്നമായിരിക്കണം, സുന്ദരമായിരിക്കണം. ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടി നന്നായിട്ട് കൈയടിക്കണം കേട്ടോ. എത്ര കയ്യടി കിട്ടിയാലും മതിയാവില്ല ഞങ്ങൾക്ക്. നല്ലൊരു പ്രാർത്ഥനാ ഗീതം, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനാ ഗീതം. വിദ്യയേകണേ വിജയമേകണേ വിശ്വദർശനമേകണേ വിനയമേകണേ സഹനമേകണേ വിശ്വദാസനായി തീർക്കണേ. അച്ഛനമ്മ ഗുരുവൃന്ദത്തെയും നിത്യം പൂജിക്കാൻ കഴിയണേ. സഹജരോടും ചരാചരത്തോടും കരുണയുള്ളിൽ നിറയണേ. സത്യമോതുവാൻ ശക്തിയേകണേ സജ്ജനങ്ങൾ കൂട്ടാകണേ. സുഖദുഃഖങ്ങളെ സമമായി കാണുവാൻ ദേവ എന്നിൽ കനിയണേ. നിത്യവും തവ നാമ പുഷ്പങ്ങൾ എന്റെ നാവിൽ വിരിയണേ. മാനസത്തിൻ ശ്രീകോവിലിൽ ദേവ പൂജാബിംബമായി തീരണേ. നൊന്തു പ്രാർത്ഥിക്കും നേരമെപ്പോഴും നെഞ്ചിൽ സ്വാന്തനമേകണേ. അക്ഷയാമൃതവാരിധി എന്നിൽ അറിവായെന്നും വിളങ്ങണേ. വിദ്യയേകണേ വിനയമേകണേ വിശ്വദർശനമേകണേ വിനയമേകണേ സഹനമേകണേ വിശ്വദാസനായി തീർക്കണേ. ഒരു ഡാൻസ് ആവാം അല്ലേ? പൂക്കാലം വന്നല്ലോ പൂക്കൾ വിരിഞ്ഞല്ലോ പൂ പറിക്കാനായാളില്ല. പുല്ലാങ്കുഴലിൽ പാട്ടുകൾ പാടി പൂത്താലി കോർക്കാനാളില്ല. പൂത്താലി കോർക്കാനാളില്ല. പൂക്കാലം വന്നല്ലോ പൂക്കൾ വിരിഞ്ഞല്ലോ പൂ പറിക്കാനായാളില്ല. പുല്ലാങ്കുഴലിൽ പാട്ടുകൾ പാടി പൂത്താലി കോർക്കാനാളില്ല. പൂത്താലി കോർക്കാനാളില്ല. പൂമണം പേറി പാഞ്ഞു നടക്കും പൂങ്കാറ്റേ നീ പോകരുതേ. പൂമണം പേറി പാഞ്ഞു നടക്കും പൂങ്കാറ്റേ നീ പോകരുതേ. പഞ്ചമം പാടി കൊഞ്ചിക്കുഴയും പൈങ്കിളിയുണ്ടേ നിൽക്കാമോ. പൈങ്കിളിയുണ്ടേ നിൽക്കാമോ. പൂക്കാലം വന്നല്ലോ പൂക്കൾ വിരിഞ്ഞല്ലോ പൂ പറിക്കാനായാളില്ല. പുല്ലാങ്കുഴലിൽ പാട്ടുകൾ പാടി പൂത്താലി കോർക്കാനാളില്ല. പൂത്താലി കോർക്കാനാളില്ല.
പൂക്കാലം വന്നല്ലോ പൂക്കൾ വിരിഞ്ഞല്ലോ പൂ പറിക്കാനായാളില്ല പുല്ലാങ്കുഴലിൽ പാട്ടുകൾ പാടി പൂത്താലി കോർക്കാനാളില്ല പൂത്താലി കോർക്കാനാളില്ല സന്ധ്യമയങ്ങിയൊരന്തിയിൽ വന്ന് പാലൊളി പൂശും ഓണനിലാവ് സന്ധ്യമയങ്ങിയൊരന്തിയിൽ വന്ന് പാലൊളി പൂശും ഓണനിലാവ് ഒത്തിരി പൂവുള്ള മുല്ലക്കാട്ടിലൊരിത്തിരി നേരമിരിക്കാമോ ഇത്തിരി നേരമിരിക്കാമോ പൂക്കാലം വന്നല്ലോ പൂക്കൾ വിരിഞ്ഞല്ലോ പൂ പറിക്കാനായാളില്ല പുല്ലാങ്കുഴലിൽ പാട്ടുകൾ പാടി പൂത്താലി കോർക്കാനാളില്ല പൂത്താലി കോർക്കാനാളില്ല പൂത്താലി കോർക്കാനാളില്ല പൂത്താലി കോർക്കാനാളില്ല. ആസ്വദിച്ചോ എല്ലാവരും കൊച്ചു ഡാൻസ്? ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഒരു തപസ്വിനി, സുന്ദരി, സുശീല, അങ്ങനെ ഒരു ശിവഭക്തയുടെ കഥയാണ് പറയുന്നത്, റിയൽ സ്റ്റോറി. ഇത് 12-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവമാണ്. ഇത് കർണാടകയിലാണ് നടന്നത്. ഈ പെൺകുട്ടി വളരെയധികം ബാല്യത്തിൽ തന്നെ ശിവഭക്തയായിരുന്നു. വളരെ സുന്ദരിയും സുശീലയും വളരെ സദ്ബുദ്ധി, അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും നിറഞ്ഞതായിരുന്നു. അവരുടെ പേര് മഹാദേവി എന്നായിരുന്നു. അവര് പിന്നീട് അക്ക മഹാദേവി എന്ന് പ്രശസ്തയായി തീർന്നു. ഈ പെൺകുട്ടിയുടെ ബാല്യകാലം വളരെ സമൃദ്ധമായ വീടല്ലെങ്കിലും കൂടി അത്രയും നല്ല ഇതായിരുന്നു. അങ്ങനെ എന്നും ക്ഷേത്രത്തിൽ പോയി വരുന്ന യൗവനയുക്തയായ ഈ പെൺകുട്ടിയെ കണ്ട് അന്നത്തെ രാജകുമാരൻ വളരെയധികം അവരിൽ ആകർഷിക്കപ്പെട്ടു. അങ്ങനെ പ്രേമ അഭ്യർത്ഥനയായി വളരെ പ്രാവശ്യം അവരെ ബുദ്ധിമുട്ടിച്ചു. പക്ഷെ ഒരിക്കലും മഹാദേവി ഇതിനൊന്നും അതിന് മേലെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ തനിക്ക് ഇനിയും പറ്റാത്ത ഗതിയിലെത്തിയപ്പോൾ അവരുടെ മാതാപിതാക്കന്മാരെ സമീപിക്കുന്നു. അങ്ങനെ അവരോട് പറയുന്നു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവളുടെ ഇഷ്ടം എന്തായാലും നടത്താൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ പിന്നെയും അവരെ വളരെ കഷ്ടം കൊടുക്കും. എന്നുവെച്ചാൽ രാജകുമാരനാണ്, അതുകൊണ്ട് വളരെയധികം കഷ്ടം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇതായപ്പോൾ മഹാദേവി ഒരു കാര്യം പറയുകയാണ്, ശരി, ഞാൻ സമ്മതിക്കുന്നു, വിവാഹത്തിന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ എനിക്ക് 10 നിബന്ധനകൾ ഉണ്ട്, അത് അംഗീകരിക്കുന്നതായിരിക്കണം, എന്നാലേ ഞാൻ ഇതിനെ സമ്മതിക്കുകയുള്ളൂ. ആ 10 നിബന്ധനകൾ അംഗീകരിക്കാൻ രാജകുമാരൻ തയ്യാറായിരുന്നു. അങ്ങനെ ആദ്യത്തെ നിബന്ധന, വിവാഹത്തിന് ശേഷം എന്നെ സ്പർശിക്കരുത്. ഇത് ആദ്യത്തെ നിബന്ധന. പിന്നീട് തപസ്വിനിയായ പെൺകുട്ടി സന്യാസിമാർക്ക് ഭക്ഷണം കൊടുക്കുക, അങ്ങനെ വളരെ കുറെ കാര്യങ്ങളായിരുന്നു. എന്നിട്ടും രാജകുമാരൻ ഇതൊന്നും പിന്മാറിയില്ല. രാജകുമാരൻ അത്രയും ആകർഷിക്കപ്പെട്ട അത് കാരണം അങ്ങനെ വിവാഹം കഴിഞ്ഞു. വളരെ വർഷങ്ങൾ തപസ്യയായിട്ടും അതായിട്ടും അവരവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പോന്നു. ഒരു ദിവസം ഒരു ദുർബല നിമിഷത്തിൽ രാജകുമാരന്റെ കൺട്രോളിംഗ് പവർ, എന്താ പറയാ, നിയന്ത്രണ ശക്തി നഷ്ടപ്പെട്ടു. ആ സമയത്ത് മഹാദേവിയുടെ സാരി പതുക്കെ ഒന്ന് സ്പർശിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് മഹാദേവി വളരെ രോഷാകുലയായി
ഈ നശ്വരമായ ഈ ശരീരമാണോ താങ്കൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് തൻ്റെ വസ്ത്രങ്ങൾ മുഴുവൻ അഴിച്ച് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് സ്വയം ഭഗവാൻ അവരിലെ മുഴുവൻ രോമാകൃതമായ ശരീരമാണ് കാണുന്നത്. മുഴുവൻ നമ്മളെങ്ങനെ തലമുടി ഇത്ര ദൂരം പാദം വരെ ഇരിക്കുന്നു, അതേമാതിരി ചുറ്റും അങ്ങനെ ഇവിടുന്ന് മുതൽ പാദം വരയ്ക്കും ദേഹമല്ല കാണുന്നത്, അതാണ് കാണുന്നത്. സോ അങ്ങനെ പിന്നീട് രാജകുമാരന്റെ നല്ല സദ്ബുദ്ധിയായി അങ്ങനെ ഈ സംഘത്തിൽ വന്നു എന്നാണ് പറയുന്നത്. ഇത് അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം ശ്രീശൈലം, നമ്മളാ ഇതില്ലേ, നമ്മള് ശിവലിംഗം ഇതില്ലേ ശ്രീശൈലത്തില് മല്ലികാർജുനൻ പന്തളത്ത് അതാണല്ലോ വയ്ക്കണത്. ഇത് ഭാരതത്തിലെ 2ാമത്തെ ക്ഷേത്രമാണത്. അവിടെ സമാധിയായി ഇവര്. എങ്ങനെ ശങ്കരാചാര്യർ പോയി ശൃംഗേരിയില് പോയി സമാധിയായി, അതേമാതിരി അവര് അവിടെ സമാധിയായി. അവര് കുറെ കവിത കുറച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഒരു സിസ്റ്റർ BK അതിനെ കന്നഡത്തിൽ നിന്നും ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഇതായ ഒരു 10-35 വർഷം മുമ്പേ അവരെ പറ്റി ഒരു സിനിമയും BKs ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ തിയേറ്ററിലൊന്നും ഓടിയില്ല. പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു അത്. ബാബയെ പറ്റിയിട്ടും കുറച്ച് ഇത് ചെയ്തിട്ട് പിന്നീട് അങ്ങനെയായിരുന്നു. അങ്ങനെ അവർ എഴുതിയ ഇതാണ് ഞാൻ പറയുന്നത്. ओम शांति। जिसका कभी मरण नहीं, जिसका कोई अहित नहीं, जिसका कोई चित्र नहीं, उस विचित्र रूपवान से मैंने प्यार किया है. ആർക്ക് ഒരിക്കലും മരണമില്ലയോ, ആർക്കൊരിക്കലും അഹിതമില്ലയോ, ആർക്ക് ചിത്രമില്ലയോ, ചിത്രം മീൻസ് ശരീരം, ചിത്രമില്ലയോ, ആ വിചിത്ര രൂപവാനെ ഞാൻ സ്നേഹിക്കുന്നു. जिसका आदि नहीं, अंत नहीं, जिसका कोई बंधन नहीं, जिसका कोई समान नहीं, उस असमान रूपवान से मैंने प्यार किया है. എന്താണ് പറയുന്നത്? ജിസ്കാ കോയി ആദിയും അന്തവുമില്ല, യാതൊരു ബന്ധനങ്ങളുമില്ല, അങ്ങനെയുള്ള തനിക്ക് സമാനമല്ലാത്ത ആ അസമാൻ രൂപവാനെ ഞാൻ സ്നേഹിക്കുന്നു. ജിസ്കാ കോയി ഭവബന്ധൻ നഹി, ജിസ്കാ കോയി ഭയ നഹി, ഉസ് നിർഭയ രൂപവാൻ കോ അപ്നാ ബനായാ ഹൈ. ആർക്ക് ഭവബന്ധനം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാവ വിഷയം പറയാനുള്ള ലൗകികത. ഇത് ബന്ധനമില്ലയോ, ആർക്ക് ഭയമില്ലയോ, ആ നിർഭയനായ രൂപവാനെ ഞാൻ എന്റേതാക്കിയിരിക്കുന്നു. ജിസ്കാ കോയി കുൽ നഹി, ജിസ്കാ കോയി സീമാ നഹി, ഉസ് അസീം രൂപവാൻ കോ അപ്നാ സാത്തി ബനായാ ഹൈ. ആർക്ക് കുലമില്ലയോ, ആർക്കും സീമ, അവര് എന്താ പറയാ പരിധിയില്ലാത്തതോ, അങ്ങനെയുള്ള അസീം രൂപവാനെ ഞാൻ എന്റെ മിത്രമാക്കിയിരിക്കുന്നു. യഹി കാരൻ സുനോ മേരി മാതാവോ, നിരാകാർ പരം സുന്ദർ മല്ലികാർജുൻ ഹി മേരാ പതി ഹൈ. അതുകൊണ്ട് എന്റെ മാതാക്കളെ നിങ്ങൾ കേൾക്കൂ, നിരാകാരനായ പരമസുന്ദരനായ മല്ലികാർജുനൻ എന്റെ പതിയാണ്. സുന്ദരല്ലേ? സോ ഇവര് നമ്മള് ഡൽഹിയിലെ അക്ഷർധാം എന്ന് പറഞ്ഞൊരു, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കാം, വളരെ നല്ല മനോഹരമായ, അവിടെ ഈ ഇതിൽ ലിസ്റ്റിൽ അവരുടെ അവരുടെ പേരും അവിടെ ഇത് ചെയ്തിട്ടുണ്ട്. ഈ അക്ക മഹാദേവി, അക്ക എന്ന് ആക്ച്വലി മഹാദേവി എന്നായിരുന്നു അവരുടെ പേര്. പിന്നീട് എല്ലാവരും റെസ്പെക്റ്റഡ് ആയിട്ട് അവരെ അക്ക എന്ന് വിളിക്കാൻ തുടങ്ങി. സോ താങ്ക് യു. നമുക്ക് ഒരു നൃത്തം കാണാം അല്ലേ? ഇത്
ഒരു കാക്കാത്തി എന്ന് പറയുന്ന കഥയാണ്. നിഴൽക്കുത്ത് എന്നാണ് ഈ കഥയുടെ പേര്. പാട്ട് കേൾക്കുമ്പോൾ കഥ നിങ്ങൾക്ക് മനസ്സിലാവും. നിഴൽക്കുത്തിന്റെ കഥ എല്ലാവർക്കും അറിയാലോ അല്ലേ? വളരെ വിശ്വവിഖ്യാതമായ പേരാണ് അവളുടെ. ഇന്ദുലേഖ. നമ്മൾ ഇന്ദുലേഖയെ ഓർക്കുമ്പോ ചന്ദുമേനോനെ ഓർക്കും അല്ലേ? അങ്ങനെ ഇന്ദുലേഖ നമ്മുടെ മുന്നിൽ കളിക്കാൻ പോവാണ്. വന്നേണ്ടി കാടു ചുറ്റി മേടു ചുറ്റി കാളിയമ്മൻ കാവു ചുറ്റി വന്നേണ്ടി നാം വന്നേണ്ടി എങ്കടി നീ പോകേരേ കൈക്കണ്ണി ആട്ടക്കാരി പൊണ്ണുപോലെ വന്നുങ്ക ഉക്കാരടി അടിയാത്തി ഞാൻ ചൊല്ലും കഥ കേളടി ഞ്ചു പേരും കുന്തി ദേവിയുമാ ഹസ്തിനപുരേ വാണിടുമ്പോൾ നീചബുദ്ധിയാം ദുര്യോധനൻ അവരെ കൊല്ലുവാൻ നിശ്ചയിച്ചു. എങ്ക കുലവീരൻ ഭാരതമലയൻ ഒടിവിദ്യകളറിയും പെരിയ മന്ത്രവാദി വിളിച്ചു വരുത്തി മലയനെ മന്നവൻ നിഴൽ കുത്തി കൊല്ലുവാൻ ആജ്ഞ നൽകി. മന്ത്രവാദക്കളമൊരുങ്ങി മലയന്റെ മന്ത്രശക്തിയാൽ കളത്തിലതാ 5 നിഴലുകൾ തെളിയുന്നതാ. 6ാമതായി ഭക്തവത്സലനാം ശ്രീകൃഷ്ണനും കുലദൈവങ്ങളെ പ്രാർത്ഥിച്ചു മലയൻ അടവുന്നു മാറ്റി മന്ത്രം ജപിച്ചു. കടത്തിലതാ വീണ്ടും തെളിയുന്നു പാണ്ഡവരഞ്ചും നിഴലുകളായി. സ്വയം മറന്നുപോയി മലയൻ മന്ത്രവേഷത്താൽ ശരമെടുത്ത് നിഴൽ കുത്തിക്കൊന്നയ്യോ പാണ്ഡവരെ. കഥ തീരും മുൻപേ കരയാതെടി കണ്ണേ ഇനി ചൊല്ലും കഥ കൂടി കേളുങ്കടി. മടങ്ങിയ കാന്തനെ കണ്ട് കലങ്ങിയ കണ്ണത് കണ്ട് മലയെത്തി ചോദിച്ചു എന്നയ്യ ഉനക്കെന്നാ ചെയ്യാ. കരഞ്ഞു പറഞ്ഞു മലയൻ പാപി ഞാൻ കുന്തി പുത്രരെ നിഴൽ കുത്തിയെന്ന്. 2 അടി ഞെട്ടിച്ചാടിത്തിരിഞ്ഞവൾ കണ്ണുകൾ അഗ്നിനാളങ്ങളായി ഭാഗയേറ്റപ്പോൾ കടന്നു പിടിച്ചവൾ ഓമനപുത്രനാ മണികണ്ഠനെ വലങ്കാൽ ചവിട്ടിപ്പിടിച്ച് ഇടങ്കാൽ നെടുകെ വലിച്ചു കീറി ഓവിഷ്ടയായവൾ അലറി. നീചനാ മലയാ അറിയണം നീയും പുത്രശോകം. രക്താഭിഷിക്തയായി ഓടിയെത്തിയവൾ കുന്തിദേവി തൻ സന്നിധിയിൽ. പഞ്ചപാണ്ഡവർ മരിച്ചു കിടക്കുന്നയ്യോ ദീനമായി കേഴുന്നു കുന്തിയും. പെട്ടെന്നതാ കേൾപ്പു വേണുനാദം പ്രത്യക്ഷനായി കാർവർണ്ണൻ മരിച്ചു കിടക്കുന്നത് മായാ പാണ്ഡവർ. ധർമ്മത്തിനെന്നും ഞാൻ തുണയുണ്ട്. ഭാരതമലയൻ ചെയ്തില്ലൊരു തെറ്റും മരിച്ചതിൻ പുത്രനും ജീവിക്കും. തോം 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 തക്കിടതും തോം തത്തോം തകതും തക്കിടതകതും തക്കിടതും തക തരികിടതും തക തക്കുതേ കുത അടിത്താതിടതും. മുന്നേ ഞാൻ சொன்னில்லவா என் கதை கேட்டாலே புண்ணியமென்னு. நில்லடி சும்மா போகாதடி பசியெடுக்கான் துட்டொன்னு தன்னே போடி அடி ஓடி. இந்த நாட்டிலும் ஏது நாட்டிலும் புத்திரசோகம்
ഇതൻ കണ്ണീരിനെന്തു വില. അടുത്തത് ഒരു സിനിമാറ്റിക് ഡാൻസുമായിട്ട് വരികയാണ് സിയ. നമ്മുടെ അമ്മൂമ്മയുടെ പേരെന്താ? രാഗിണി മഹാരാജയുടെ കൊച്ചുമോളാണ്. നമ്മളെല്ലാവരും കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക. മകരമാസ പെണ്ണേ മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ നെഞ്ചിലെ കുയിലിറങ്ങണ കുളിരുവേക്കും കാറ്റേ പൂവളത്തിനു കണ്ടു പൊത്താൻ വാ കണ്ണൻ വന്നെത്തും നേരം കണ്ണിൽ കടലിന്റെ താളം ഇരവാം കൈയിന്റെ പാളം മധുരത്തൂന്തേ മകരമാസ പെണ്ണേ മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ കുഞ്ഞു നെഞ്ചിലെ കുയിലിറങ്ങണ കുളിരുവേക്കും കാറ്റേ പൂവളത്തിനു കണ്ടു പൊത്താൻ വാ പൊട്ടുതൊട്ടാൽ കള്ളനെയും കാത്തിരുന്നാൽ കാലം കരകവിയും കാളിന്റെ പോലെ കൈ നിറയെ വളയണിഞ്ഞാൽ കാലിൽ കൊലുസണിഞ്ഞാൽ കാതിൽ സരിഗമയൊരു പാൽപ്പുഴ പോലെ പുലരി മഞ്ഞിൽ സൂര്യകാന്തിമേൽ കൈമാറ്റു തന്ന പുടവ ചുറ്റി ഉടൽ പൊതിയുമ്പോൾ അണിവിളക്കിൻ തങ്കനാളമായി നിൻ മുന്നിൽ ഇന്ന് പുര നിറഞ്ഞു വന്നു നിൽക്കുമ്പോൾ കൊള്ളുള്ളേ മഞ്ഞു പെയ്യണ മരം കുളിരണ മകരമാസ പെണ്ണേ മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിരുവിൽക്കും കാറ്റേ പൂവളത്തിനു കണ്ണു പൊത്താൻ വാ. നമ്മുടെ രാഗിണി മാതാജി പാട്ട് പാടാൻ വരുന്നുണ്ടേ. അപ്പൊ കയ്യടി കൊടുക്കണം കേട്ടോ. കലിയുഗക്കാട്ടിനുള്ളിൽ ഗതിയറിയാതെ ഞാൻ അലയുന്ന നാളിൽ നീ അവിടെ എത്തി. പരിഭവം പറയുവാൻ ഒരുപാട് കരുതി ഞാൻ അരികിൽ നീ വന്നപ്പോൾ മറന്നുപോയി, എല്ലാം മറന്നുപോയി. വിജനമം വീതിയിൽ വിരകവും പേറി ഞാൻ വിധിയെ പഴിച്ചു ജന്മം തള്ളി നീക്കി. ഇരവിന്റെ പേര് നീക്കി ഒരു ദീപം നീ കൊളുത്തി. പല ജന്മഭാവങ്ങൾ അകന്നുപോയി. ദുരിതമം തിരകളിൽ ഇളകുന്ന തോണിയായി ഉഴലുന്ന നാളിൽ നീ അവിടെ എത്തി. കരുണതൻ കൈകൾ നീട്ടി കരകയറ്റിടുമ്പോൾ അറിയാതെ മിഴികൾ നിറഞ്ഞുപോയി. അറിയാതെ മിഴികൾ നിറഞ്ഞുപോയി.
ശാന്തി. सबने पुकारा यही यही, लोगों ने निहारा यही यही, सबने पुकारा यही यही, लोगों ने निहारा यही यही, दिल का सहारा यही यही, दिल का तारा यही यही, सबसे प्यारा सबसे प्यारा, सबसे प्यारा सबसे प्यारा, मीठिए मन को भा गया, तेरा बाबा आ गया, तेरा बाबा आ गया, तेरा बाबा आ गया, तेरा बाबा आ गया। मनाते हैं अपना जन्मदिन मनाते हैं, मनाते हैं अपना जन्मदिन मनाते हैं, झंडा अपना बनाते हैं, जब भी जोश जगाते हैं, देश के सामने देश के सामने की बड़ी बरछाइयाँ मुझे भी सुनाइया, प्रभु की बड़ी बरछाइयाँ मुझे भी सुनाइया, खुशियों की लम्हाइयाँ बद दिन की बधाइयाँ, भूले नहीं സദസ്സിനെ എല്ലാം ഇളക്കി മറിച്ചുകൊണ്ട് അല്ലെ, ബാബയുടെ ഒരു പാട്ട് കേട്ടപ്പോഴേക്കും നമുക്കുണ്ടായ ഒരു ഉണർവ് അല്ലെ. അപ്പോ രഞ്ജിത് ഭായിക്ക് നന്ദി.
ഇനി ആരാ? കലാമാജി. ഓരോരുത്തർ ഇങ്ങനെ ധൈര്യമായിട്ട് വരൂ, ഫൂലൻ ദേവികളെല്ലാം. കലാമാജി നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുകയാണ്. ഓം ശാന്തി. രണ്ടുപേര് പാട്ട് ബാബയുടെ പാടുവാണ്. ഹൃദയ കമലം ഞാൻ തുറന്നു, ദിവ്യ ഗുണമേഴുതളമായി ഉണർന്നു. ഹൃദയ കമലം ഞാൻ തുറന്നു, ദിവ്യ ഗുണമേഴുതളമായി ഉണർന്നു. കലിയുഗ മഹാതമായി ഈ ചെളി പൊയ്കയിൽ ഒരു കമലമായി ഞാൻ വിടർന്നു. ദിവ്യ കിരണങ്ങളേറ്റു വളർന്നു. കലിയുഗ മഹാതമായി ഈ ചെളി പൊയ്കയിൽ ഒരു കമലമായി ഞാൻ വിടർന്നു. ദിവ്യ കിരണങ്ങളേറ്റു വളർന്നു. തിരുജടയിലെ ഗംഗയാകാം എത്ര കാലമായി ഞാൻ കാത്തിരുന്നു. തിരുജടയിലെ ഗംഗയാകാം എത്ര കാലമായി ഞാൻ കാത്തിരുന്നു. ഭൃഗുടിയിലെ തൃക്കൺ തുറക്കാൻ എത്ര ജന്മമായി ഞാൻ തപസ്സിരുന്നു. ഭൃഗുടിയിലെ തൃക്കൺ തുറക്കാൻ എത്ര ജന്മമായി ഞാൻ തപസ്സിരുന്നു. എത്ര ജന്മമായി ഞാൻ തപസ്സിരുന്നു. അതിരാവിലെ ഞാൻ ഉണർന്നാൽ നിന്റെ ഹൃദയമാമ്യ മുനയിൽ മുങ്ങും. അതിരാവിലെ ഞാൻ ഉണർന്നാൽ നിന്റെ ഹൃദയമാമ്യ മുനയിൽ മുങ്ങും. അതിമധുര മുരളിയിലലിഞ്ഞാൽ നിന്റെ കരകമലം എന്നെ തലോടും. അതിമധുര മുരളിയിലലിഞ്ഞാൽ നിന്റെ കരകമലം എന്നെ തലോടും. നിന്റെ കുഞ്ഞേ എന്ന വിളി കേൾക്കും. ഹൃദയ കമലം ഞാൻ തുറന്നു, ദിവ്യ ഗുണമേഴുതളമായി ഉണർന്നു. കലിയുഗ മഹാതമായി ഈ ചെളി പൊയ്കയിൽ ഒരു കമലമായി ഞാൻ വിടർന്നു. ദിവ്യ കിരണങ്ങളേറ്റു വളർന്നു. ഓം ശാന്തി. നന്ദി കലാമാജി. നമ്മളെ ആത്മീയതയുടെ ഒരു ഉന്നതിയിലേക്ക് കൊണ്ടുപോയി അല്ലേ? ലീലാമാതാജി നമുക്ക് വേണ്ടി പാട്ടാണോ? പാട്ട് പാടാൻ. ഓം ശാന്തി. ഓണം വന്നോണം വന്നോ, പൊന്നോണം വന്നോണം വന്നേ, ചിങ്ങമാസം പിറന്നുവല്ലോ, തിരുവാതിര കളിച്ചിടണം, പിന്നെ തുമ്പിതുള്ള നടത്തിടണം. ഓണം വന്നോണം വന്നോണം വന്നേ, പൊന്നോണം വന്നേ, ചിങ്ങമാസം പിറന്നുവല്ലോ, പന്തു കളിക്കണം കരടി കളിക്കണം, ഓണം വന്നോണം വന്നോണം വന്നേ, അച്ഛൻ വാങ്ങിത്തന്ന പുത്തനുടുപ്പിട്ട് ഓണക്കളികൾ നടത്തിടണം, പിന്നെ ഓണസദ്യയും ഉണ്ടിടണം. ഓണം വന്നോണം വന്നോണം വന്നേ, പൊന്നോണം വന്നേ. ഓം ശാന്തി. ഇപ്പോഴാ ഓണം വന്നത് നമുക്കല്ലേ? ഓണം വന്നേ. നന്ദി ലീലാമാജി. ഇനി അടുത്ത നമുക്കൊരു ഡാൻസ് കണ്ടാലോ പിള്ളേരുടെ? അപ്പോ അടുത്തത് നവമി. രണ്ട് നവമിമാര്, കൊച്ചു നവമി വലിയ നവമി കൂടി ചേർന്നിട്ട് ഒരു ഭരതനാട്യത്തിന്റെ ഒരു ചെറിയൊരു സ്റ്റെപ്പാണ് അവർ ചെയ്യുന്നത്. വലിയ ഡാൻസ് ഒന്നുമല്ല, ചെറിയ ഒരു ഡാൻസ്. താം 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 കിടതകതത്തോടങ്കത്തക്കുത്ത ധീം 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 കിടതകതിത്തോടങ്കത്തിക്കുത്തൈ താം 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 കിടതകതത്തോടങ്കത്തക്കുത്ത ധീം 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 കിടതകതിത്തോടങ്കത്തിക്കുത്തൈ താം താം താം
താം കിട തകതത്തോടങ്ക തക്കുത്താന്തീം തീം 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 കിട തകതിത്തോടങ്ക തിക്കുത്തീതാം താം 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 കിട തകതത്തോടങ്ക തക്കുത്താതീം തീം 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 കിട തകതിത്തോടങ്ക തിക്കുത്തീതാം താം 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 കിട തകതത്തോടങ്ക തക്കുത്താതീം തീം 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 കിട തകതിത്തോടങ്ക തിക്കുത്തൈ താം 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 കിട തകതത്തോടങ്ക തക്കുത്ത തിക്കുത്തൈ താം 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 കിട തകതത്തോടങ്ക തക്കുത്തായി ദീം 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 കിട തകതിത്തോടങ്ക തിക്കുത്തൈ താം 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 കിട തകതത്തോടങ്ക തക്കുത്തായി ദീം 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 കിട തകതിത്തോടങ്ക തിക്കുത്തൈ താം 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 കിട തകതത്തോടങ്ക തക്കുത്തായി ദീം 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 കിട തകതിത്തോടങ്ക തിക്കുത്തൈ താം 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 കിട തകതത്തോടങ്ക തക്കുത്തായി ദീം 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 കിട തകതിത്തോടങ്ക തിക്കുത്തൈ താം 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 കിട തകതത്തോടങ്ക തക്കുത്തായി തത്തോടകതാം താം 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 ദീം 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 തകതോടങ്ക തക്കുത്താത്തൈ തത്തോടകതാം താം 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 ദീം 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 തകതോടങ്ക തക്കുത്താത്തൈ തിത്തി തിത്തിത്തൈ ദിഗുതക ദിഗുദോ അസ്തംഗ ദിഗുതക ദിഗുദോ അസ്തംഗ ദിഗുതക ദിഗുദോ അസ്തംഗ അസ്തംഗ തൊക തൊങ്ക നിത്തി തിത്തിത്തൈ ദിഗുതക ദിഗുദോ അസ്തംഗ ദിഗുതക ദിഗുദോ അസ്തംഗ ദിഗുതക ദിഗുദോ അസ്തംഗ അസ്തംഗ തൊക തൊങ്ക കുത്തക്കിത്തക്കിന്ന തങ്കിട തക്കിത്തക്കിന്നത്തം തകതോ തകതാം തോം തീ താം 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 ദീം ദീം ദി തകതോടങ്ക തക്കുത്താം തീ മൂഷിക വാദന ബോധക ഹസ്ത ചാമര കമ്മ വിളംബിത സൂത്ര വാമന രൂപ മഹേശ്വര പുത്ര വിരായക പാദ നമസ്തേ പാദ നമസ്തേ 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 ദിക്കുത്തം ദിക്കുത്തം ദിക്കുത്തക്കരിടക്കത്തം കിട 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 തകതോ തകതാം തോം തൈ തോരക്കത്തിന്നി തകതോ തകതാം തോം തൈ
മൂഷികവാഹന ബോധകഹസ്ത ചാമര കർണ വിളംബിത സൂത്ര മൂഷികവാഹന ബോധകഹസ്ത ചാമര കർണ വിളംബിത സൂത്ര ദിക്കുത്തം ദിക്കുത്തം ദിക്കുത്തക്കരിതക്കത്തം കിടകിട കിടകിടതകതോ ഡകതാം തോമേ വാമന രൂപ മഹേശ്വര പുത്ര വാമന രൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായക പാദ നമസ്തേ പാദ നമസ്തേ 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 ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തയോടും കൂടി എല്ലാവർക്കും ഒരു പുതുവർഷം ആശംസിക്കുന്നു. ഓം ശാന്തി. പാടാൻ അറിയില്ലെങ്കിലും ഭഗവാന്റെ 4 വരി പറയുക. ഈശ്വരനെ കാണാൻ എന്തു വേണം, ജഗദീശനെ കാണാൻ എന്തു വേണം, ജ്ഞാനമന്ത്രിക്കണ്ണോ നീരുറന്നിടുകിൽ നിൻ മുൻപിലെത്തും കരുണാമയൻ, നിൻ മുൻപിലെത്തുമയോതിരുവൻ. ഈശനെ കാണാൻ എന്തു വേണം, ജഗദീശനെ കാണാൻ എന്തു വേണം, നിൻ മുൻപിലെത്തുമ്പോൾ എന്തു ചോദിക്കും നീ സച്ചിദാനന്ദ സ്വരൂപനോട്, ചോദിച്ചിടാതെനിക്കെല്ലാം അറിഞ്ഞതും സദ്ഗുരുനാഥനാണെന്റെ ഈശൻ, സദ്ഗതിദാനവാണെന്റെ ഈശൻ. നിന്നടുത്തെത്തുമ്പോൾ എന്തു കൊടുത്തിടും അക്ഷരം സത്യസ്വരൂപനു നീ. ജന്മജന്മാന്തരമായുള്ള ക്ഷീണവും ഈ ജന്മമല്ലാതെ എന്തു നൽകും ഞാൻ, ഈ ജന്മമല്ലാതെ എന്തു നൽകും. ഈശ്വരനെക്കാൾ എന്തു വേണം, ജഗദീശ്വരെ കാണാൻ എന്തു വേണം. ഓം ശാന്തി. നന്നായിരുന്നു. നന്ദി മാതാജി. അടുത്ത ആരായിരുന്നു? അമൃത. സ്പീച്ചുമായിട്ട് എത്തുന്നു, ഹിന്ദി സ്പീച്ചുമായിട്ട് എത്തുകയാണ് അമൃത. मानवता मनुष्य का सर्वश्रेष्ठ धर्म है। मानवता का अर्थ इंसानियत, दूसरे व्यक्ति के प्रति सहानुभूति और दया का भावना जागृत करना है, लेकिन जो दूसरों के दर्द को अपने दर्द समझते हैं. നല്ല കയ്യടി കൊടുക്കൂ. എന്ത് പറയുന്നെന്നുള്ളതല്ല, ഇവിടെ വന്നത് പ്രസന്റ് ചെയ്യാനുള്ള ആ മാനുവേറ്റീവ് പവറാണ് ഒരു വലുത്. അല്ലാതെ എന്ത് ചെയ്യുന്നെന്നുള്ളതല്ല. കാരണം നമ്മൾ വലിയ വലിയ പരിപാടികളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം. എന്നാൽ നമുക്കത് സന്തോഷം തരുന്നുണ്ട്. ഗൗതം കൃഷ്ണ ഒരു കഥ പറയാണ്. പുല്ലിൽ നിന്നുണ്ടായ ആൺകുട്ടി. രാമായണത്തിൽ ശ്രീരാമൻ അശ്വമേധയാഗം നടത്തുമ്പോൾ അശ്വത്തെ പിടിച്ചു കെട്ടാൻ ധൈര്യം കാണിച്ച 2 കുട്ടികളാണ്. അതിധീരന്മാരായ ആ കുട്ടികളായിരുന്നു സീതയുടെ മക്കളായ ലവനും കുശനും. ശാസ്ത്രജ്ഞൻ അശ്വമേധയാഗത്തിൽ ഭാഗമായി യാഗശ്വത്തെയും കൊണ്ട്
യാഗാശ്വത്തെയും കൊണ്ട് ലോകം ചുറ്റി നടന്നു. യാഗാശ്വത്തെ ലവകുശന്മാർ പിടിച്ചുകെട്ടി. ശ്രീരാമന്റെ സഹോദരന്മാരായ ശത്രുഘ്നനും ലക്ഷ്മണനും പൊരുതി നോക്കിയിട്ടും ലവകുശന്മാരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ വാൽമീകി മഹർഷി പറഞ്ഞപ്പോഴാണ് കുട്ടികൾ യാഗാശ്വത്തെ അഴിച്ചുവിട്ടത്. ലവകുശന്മാരിൽ കുശന്റെ ജനനം സാധാരണ രീതിയിലല്ലായിരുന്നു. ആ കഥ എന്തെന്നോ, രാമൻ ഉപേക്ഷിച്ച സീത ഗർഭിണിയായിരുന്നു. അവർ വാൽമീകിയുടെ ആശ്രമത്തിൽ ചെന്ന് താമസിച്ച് ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അവൻ ലവൻ എന്ന പേരിൽ അവിടെ വളർന്നു. സീത പുഴയിലേക്ക് കുളിക്കാൻ പോകുമ്പോൾ കുട്ടിയെ നോക്കിയിരുന്നത് വാൽമീകിയാണ്. എന്നാൽ ഒരു ദിവസം സീത കുളിക്കാൻ പോകുമ്പോൾ അവർ ലവനെ കൂടി കൊണ്ടുപോയി. മഹർഷി അത് മനസ്സിലാക്കിയിരുന്നില്ല. മഹർഷി ലവനെ ഉച്ചത്തിൽ വിളിച്ച് ആശ്രമ വനത്തിൽ എല്ലായിടത്തും നടന്നു നോക്കി. കുഞ്ഞിനെ കാണാതായപ്പോൾ വല്ല കാട്ടുമൃഗങ്ങളും അവനെ പിടിച്ചു ഇരിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു. കുളി കഴിഞ്ഞ് സീത തിരിച്ചെത്തിയപ്പോൾ കുഞ്ഞിനെ കാണാതായാൽ അവൾ നെഞ്ചുപൊട്ടി മരിച്ചു പോകും. വാൽമീകി ഭയപ്പെട്ടു. ഇനി എന്തു ചെയ്യും? മഹർഷി ഒരു കുഷപ്പുല്ലെടുത്ത് ലവനെ പോലെയുള്ള ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി ആശ്രമത്തിൽ കിടത്തി. കുളി കഴിഞ്ഞെത്തിയ സീത കുഞ്ഞിനെ കണ്ട് അത്ഭുതപ്പെട്ടു. വാൽമീകി ഉണ്ടായ സംഭവമെല്ലാം അവളോട് പറഞ്ഞു. സീതാദേവി ആ കുഞ്ഞിനെ ലവനോടൊപ്പം വളർത്തി. കുഷപ്പുല്ലുകൊണ്ടുണ്ടാക്കിയ കുട്ടിയായതുകൊണ്ട് കുഞ്ഞിന് കുശൻ എന്ന് പേരിട്ടു. ലവനെ പോലെ കുശനും ശ്രീരാമന്റെ ഗുണങ്ങളെല്ലാം വിളങ്ങി നിന്നിരുന്നു. നന്ദി, നമസ്കാരം. നന്ദി മോനെ. അടുത്തത് സാൻവിക അല്ലെ? സാൻവിക മോൾ ഒരു പാട്ടുമായിട്ട് വരുന്നുണ്ട്. मछली चलती वादी है, जीवन पुष्टा पानी है, आत्माया जल्दी है, बड़ी दीवाना बच्ची കൈയടിക്കൂ. വായുദേ കണ്ണായൻ മനം ഉനാനന്ദ മോഹന വേണുഗാനം അതിലല്ലേ പായൂതേ. കണ്ണായൻ മനം ഉനാനന്ദ മോഹന വേണുഗാനം അതിലല്ലേ പായൂതേ. കണ്ണാ நிலை பெயராதே சிலை போலவே நின்று, நிலை பெயராதே சிலை போலவே நின்று, നേരമാവതറിയാമലേ മിക വിനോദமான മുരളീധര എൻ മനം ഉനാനന്ദ മോഹന വേണുഗാനം അതിലല്ലേ പായൂതേ. കണ്ണാ തെളിந்த നിലവ് പട്ടപകൽ പോൽ എരിയുതേ. തെളിந்த നിലവ് പട്ടപകൽ പോൽ എരിയുതേ. ദിക്കൈ നോക്കി ഉരുവം തെളിയുതേ. ദിക്കൈ നോക്കി ഉരുവം തെളിയുതേ. കനിന്തവും വേണുഗാനം കാട്ടിൽ മെഴുകുതേ. കനിന്തവും വേണുഗാനം
തെன்றൽ കാറ്റിൽ വരുകൂതേ കണ്ണുകൾ പെരുകി ഒരു വിധമായി വരുകൂതേ കണ്ണുകൾ പെരുകി ഒരു വിധമായി വരുകൂതേ തനിത്ത പദത്തിൽ ഒരുത്തി മനதை எனக்கு அழைத்து மகிழ்த்தவா ஒரு தனித்த வனத்தை அமைத்து எனக்கு உணர்ச்சி கொடுத்து முகிழ்த்தவா அலகடலொளியினை கதிரவனொளியினை மயிரு கடலன கழிக்கவா கதறி மனமுருகினால் அழைக்கவா இதர மாந்தருடன் கழிக்கவா கதறி மனமுருகினால் அழைக்கவா இதர மாந்தருடன் கழிக்கவா இது தகுமோ இது முறையோ இது தர்மம் தானோ குழலூதிடும் பொழுது ஆடிடும் குழைகள் போலவே என் ആനന്ദ മോഹന വേണുഗാനം അതിലല്ലേ പായൂതേ കണ്ണാ Ready? 1, 2, 3, start. ആലായാൽ കര വേണം അടുത്തോരമ്പലം വേണം ആളിഞ്ഞു ചേർന്നൊരു കുളവും വേണം ഒന്നുകൂടെ ആലായാൽ കര വേണം അടുത്തോരമ്പലം വേണം ആളിഞ്ഞു ചേർന്നൊരു കുളവും വേണം പൂവായാൽ മണം വേണം പൂമനായാൽ ഗുണം വേണം പൂമാനിനി പാരായാൽ അടക്കം വേണം പൂവായാൽ പൂമനായാൽ പൂമാനിനി മാരായാൽ അടക്കം വേണം യുദ്ധത്തിങ്കൾ രാമൻ നല്ലു കുലത്തിങ്കൾ സീത നല്ലു ഊണുറക്കമുപേക്ഷിപ്പാൻ ലക്ഷ്മണൻ നല്ലു യുദ്ധത്തിങ്കൾ രാമൻ നല്ലു കുലത്തിങ്കൾ സീത നല്ലു ഊണുറക്കമുപേക്ഷിപ്പാൻ ലക്ഷ്മണൻ നല്ലു പടയ്ക്കു ഭരതൻ നല്ലു പറവാൻ പൈകിളി നല്ലു പറക്കുന്ന പരീക്ഷയിൽ ഗരുഡൻ നല്ലു പടയ്ക്കു ഭരതൻ പൈകിളി നല്ലു പറക്കുന്ന പരീക്ഷയിൽ ഗരുഡൻ നല്ലു മങ്ങാട്ടത്തിനു ന്യായം നല്ലു മംഗല്യത്തിന് സ്വർണം നല്ലു നന്യാദേവിക്ക് പണ വിളക്കു നല്ലു മംഗല്യത്തിന് സ്വർണം നല്ലു നല്ലു നന്യാദേവിക്ക് പണ വിളക്കു നല്ലു ആലായ കരവേണം അടുത്തൊരമ്പലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം ആലായ കരവേണം അടുത്തൊരമ്പലം വേണം കാലിനു ചേർന്നൊരു കുളവും വേണം ആലായ കരവേണം അടുത്തൊരമ്പലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം. ഓമന മാതാജി നമുക്ക് രക്ഷാബന്ധന്റെ ഒരു പ്രതിജ്ഞയുമായിട്ടാണ് വരുന്നത്. കേൾക്കാം. ഓം ശാന്തി. രക്ഷാബന്ധൻ 2025 ദൃഢപ്രതിജ്ഞ. തന്റെ ദൃഷ്ടി, വൃത്തി, കർമ്മം എന്നിവയെ സമ്പൂർണ്ണ ഭാവനമാക്കി മാറ്റി വിശ്വപരിവർത്തന കാര്യത്തിൽ സഹയോഗിയായി മാറും. സദാ നിർവിഘ്നവും നിർവികൽപ്പവും വിനയവും നിർമ്മലവുമായിരിക്കും. മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കി മാറ്റി സെക്കൻഡിൽ അശരീരിയാകും. ഏതൊരു ദേഹധാരി ആത്മാവുമായും സമ്പർക്കത്തിൽ വരുമ്പോഴും ആകർഷിതരാകില്ല. പരമാത്മാ സ്നേഹത്തിലൂടെ പരിശ്രമമുക്തരാകും. സർവരെയും പരിശ്രമമുക്തരാക്കുകയും ചെയ്യും. ഓം ശാന്തി. നന്ദി മാതാ. വിധേയമായിട്ട് വരുന്നുണ്ട്. അച്ഛൻ എഴുതുക, മോള് പാടുക. അത് അവരുടെ പരിപാടി.
കവിതയുടെ പേര് അമ്മ മലയാളം. അമ്പത്തൊന്നക്ഷരമുത്തുകൾ ഇമ്പത്തിൽ ചേർത്തു കുറിപ്പൊരു നൂപുരമാണിന്നുടെ ഭാഷ നേരെഴുമീ മലയാളം. അമ്പത്തൊന്നക്ഷരമുത്തുകൾ ഇമ്പത്തിൽ ചേർത്തു കുറിപ്പൊരു നൂപുരമാണിന്നുടെ ഭാഷ നേരെഴുമീ മലയാളം. അമ്മിഞ്ഞ പാലിനൊപ്പം അമ്മ പകർന്നേകിയ ഭാഷ, അമ്മിഞ്ഞ പാലിനൊപ്പം അമ്മ പകർന്നേകിയ ഭാഷ, നമ്മളെ നാമാക്കും ഭാഷ നന്മകളുടെ മലയാളം. നമ്മളെ നാമാക്കും ഭാഷ നന്മകളുടെ മലയാളം. പൂഴിമണൽ തരിയിൽ നിന്നും ചൂണ്ടുവിരൽ തുമ്പിൽ കൂടെ, പൂഴിമണൽ തരിയിൽ നിന്നും ചൂണ്ടുവിരൽ തുമ്പിൽ കൂടെ, ആമ്പൽ പൂച്ചാരുതയോടെ ആത്മാവിൽ ചേർന്നൊരു ഭാഷ, ആമ്പൽ പൂച്ചാരുതയോടെ ആത്മാവിൽ ചേർന്നൊരു ഭാഷ. വയലേലയിൽ വേട്ടു വിതച്ചു നിറകതിരുകൾ കൊയ്തു മെതിച്ചു, വയലേലയിൽ വേട്ടു വിതച്ചു നിറകതിരുകൾ കൊയ്തു മെതിച്ചു, വെയിലേറ്റു കറുത്തവർ പാടും കറുതേങ്കുണമാർന്ന ഭാഷ, വെയിലേറ്റു കറുത്തവർ പാടും മറുതേങ്കുണമാർന്നൊരു ഭാഷ. തുഞ്ചന്റെ ചഞ്ചു കുറിച്ചൊരു പുഞ്ചവയൽ കിളിയുടെ ഭാഷ, തുഞ്ചന്റെ ചഞ്ചു കുറിച്ചൊരു പുഞ്ചവയൽ കിളിയുടെ ഭാഷ, കുഞ്ചൻ തൻ തുള്ളൽ കൃതിയാൽ കുഞ്ചിച്ചു വളർത്തിയ ഭാഷ, കുഞ്ചൻ തൻ തുള്ളൽ കൃതിയാൽ കുഞ്ചിച്ചു വളർത്തിയ ഭാഷ. ചെറുശ്ശേരി കുറുപ്പിയ ഭാഷ, പൂന്താനമിണക്കിയ ഭാഷ, ചെറുശ്ശേരി കുറുക്കിയ ഭാഷ, പൂന്താനമിണക്കിയ ഭാഷ. വയലാറും ചങ്ങമ്പുഴയും വാനോളമുയർത്തിയ ഭാഷ, വയലാറും ചങ്ങമ്പുഴയും വാനോളമുയർത്തിയ ഭാഷ. തന്മക്കളെ കൂട്ടാനായി തേങ്ങറുതാൽ കടകുകൾ പോലെ മായുകയാളിന്നേ ഭാഷ മാതാവ് മനസ്സിൽ നിങ്ങൾ, മായുകയാളിന്നേ ഭാഷ മാതാവ് മനസ്സിൽ നിന്ന്. നന്ദി, നമസ്കാരം. പോയി തന്നെ പോയി 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 കേരളമെന്നൊരു നാട്, കേരം തെങ്ങും നാട്, കുയിലുകളാടും മയിലുകളാടും നാട്, ദൈവത്തിൻ പ്രിയനാട്, മാവേലി വന്നൊരു നാട്, ഹൃദയമേഘശ്യാമ വനകുസുമഹാരജാല, ഹൃദയമേഘശ്യാമ വനകുസുമഹാരജാല, ഹൃദയമേഘശ്യാമ വനകുസുമഹാരജാല, ഹൃദയമേഘശ്യാമ വനകുസുമഹാരജാല. യദുകുലമുരളീധാര വികസിത ചിന്താധാര, യദുകുലമുരളീധാര വികസിത ചിന്താധാര, യദുകുലമുരളീധാര വികസിത
വികസിത ചിന്താധാര ജഗകുല മുരളീധാര വികസിത ചിന്താധാര വിരഹിരാധാര ഗതിരോധ മതിമുഖി ദോഷി ചിത്ത ചകൂര കമലാനയനാഗതസാഭരണ പരമസുഖമേ സുഗുണവാരിധേ സകലനാഥ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ജയ കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ ഹരി കൃഷ്ണ ഗുരുദേവ ഗോപാല ഗോപാല ജയ ഗോപാല गोपिका वरगीता नायका मनमोहन गोपिका वल्लभा वरगीता नायका नन्दना मनमोहन गोपिका वरगीता नायका नन्दना मनमोहन गोपिका वल्लभा वरगीता नायका नन्दना यदुकुल तिलक पावन गोपाल ശ്രവണങ്ങളാം സത്യങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ എത്രയോ ധൈര്യ ദുരന്തങ്ങൾ പിന്നിട്ടു പോന്നവർ നാം പോത്തിൻ പുറത്തു വന്നെത്തുന്ന രൂപത്തെ ഓർത്തു നടുങ്ങുന്നവർ നാം ഇപ്പോഴും. എന്നിട്ടും സ്വപ്നങ്ങൾ കാണുന്ന നമ്മുടെ കണ്ണുകൾ കാലം കവർന്നീലിതുവരെ. നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട്, നല്ല സത്യയുഗത്തിന്റെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് ഇനിയും എല്ലാവർക്കും കൂടി ഒന്നിച്ച് മെഗാ തിരുവാതിര കസേരയൊക്കെ മാറ്റിക്കോളൂ. എല്ലാവരും കളിക്കണം കേട്ടോ. എല്ലാവരും ഡാൻസ് കളിക്കുക, തിരുവാതിര കളിക്കുക. ധന സിസ്റ്റർ ഇപ്പൊ പാട്ടിട്ട് തരും, അപ്പൊ തിരുവാതിര കളിക്കുക. എല്ലാവരും വട്ടത്തിൽ നിന്നോളൂ. മനോരാജ്യം എങ്ങനെ
Thank you.